വിയർപ്പ് തുള്ളി പതയാളി തളി. അപ്പോൾ അതാണ് ഈ പതയാളി മുഖം വസൂരി വരും, വസൂരി തഴമ്പ്. ഉഗ്ര ചൈതന്യമുണ്ട്. ആ ചൈതന്യം ജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കുക കാളിയൂട്ട് നടത്തി. കാളിയൂട്ട് എന്ന് പറയുന്നത് രണ്ട് സങ്കല്പം അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് കാളിയെ നമ്മൾ ഊട്ടുന്നു, ഒപ്പം തന്നെ കാളി നമ്മൾ ഊട്ടുന്നതായിട്ടുള്ള സങ്കല്പമുണ്ട്. കളങ്കാവല് ചെയ്യുന്ന സമയത്ത് ദേവിയുടെ ആ ഒരു ചൈതന്യം വന്നു കഴിയുമ്പോൾ എന്താണ് അനുഭവിക്കുന്നത്? അത് വേറൊരു രീതിയിൽ, അതെന്താ പറയുക, ഭക്തി എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു ഇതല്ലല്ലോ. അപ്പോൾ ആ വൈബ്രേഷൻ നമ്മൾ ദേവിയായിട്ട് അങ്ങ് മാറുകയാണ്. മറ്റു ക്ഷേത്രങ്ങളിലെ കാളിയൂട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ദാരികന്റെ വേഷം കെട്ടുന്നത് ഇളയ വാത്തി തന്നെയാണ്. തൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ദുഷ്ട ശക്തികളെയും മാറ്റുന്നതിലേക്ക് വേണ്ടിയാണ് ദാരികനായിട്ട് ആ ഇളയവാത്തി വേഷം കെട്ടുന്നത്. ദേവി ഈ പാർവ്വതദേവിയും കൂടെ സമന്വയിച്ചുകൊണ്ട് ഈ മുടികളെല്ലാം നാഗങ്ങളായിട്ട് ആകാശത്തേക്ക് പാറിപ്പോയി ഇങ്ങനെ പിണഞ്ഞാണ് കിടക്കുന്നത്. ആ പിണഞ്ഞ് കിടക്കുന്നതാണ് തിരുമുടി. ഇവിടെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവരെ ഇവിടെ ദേവിക്ക് സങ്കല്പിക്കും. അവർ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ദേവിയുടെ മുമ്പിൽ അടിമ കിടത്താം. ഭിക്ഷബലി 64 മുദ്രകളുണ്ട്. ഇപ്പോൾ നാട്യശാസ്ത്രത്തിലെ മുദ്രകളാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. 3 രാത്രികൾ സങ്കല്പിച്ചാണ് 3 വർഷം. അതിനെ പ്രസവിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ടാണ് 3 ദിവസമൊരിക്കൽ ആ ദേവത പുറത്തേക്ക്. ഒരു തവള, പച്ചത്തവള ഇങ്ങനെ കല്ല് കയറി കല്ല് കുടിച്ചിട്ട് കായലിലേക്ക് ചാടിപ്പോകുന്നതാണ് കണ്ടത്. ഒരു ദേവീ ചൈതന്യമുള്ള തവളയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പതിയിരുന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ തവള കല്ല് കുടിച്ചിട്ട് താഴേക്ക് ചാടുന്നതായിട്ട്. തിരുവനന്തപുരം ജില്ലയിലെ അതിപുരാതനമായ വെള്ളായണി ദേവി ക്ഷേത്രത്തിന്റെ ചരിത്രവും കാളിയൂട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും നമുക്ക് പറഞ്ഞു തരാനായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ മൂത്ത വാത്തിയായ ശിവൻ. അദ്ദേഹമാണ്. നമസ്തേ. ആദ്യം തന്നെ ചോദിക്കട്ടെ, വെള്ളായണി അമ്മയുടെ കഥ എന്താണ്? വെള്ളായണി ദേശത്ത് കള്ളുചെത്ത് പതിവായിരുന്നു. അപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു പൂർവ്വകാലങ്ങളിൽ ഇവിടെ കള്ളുചെത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കള്ളുചെത്ത് കായൽക്കരയിലായിരുന്നു ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത്. അപ്പോൾ ആ ദേശത്ത് ചെത്ത് തൊഴിലാളി എന്നും കല്ലെടുക്കാൻ പോയി ഒരു ദിവസം കള്ള് കാണാനില്ലായിരുന്നു കുടത്തിൽ. അവരെ മോഷ്ടിക്കുകയാണെന്ന് മനസ്സിലായ ചെത്തുകാരൻ പതിയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം പതിയുന്ന സമയത്ത് ഒരു തവള, പച്ചത്തവള ഇങ്ങനെ കല്ല് കയറി കല്ല് കുടിച്ചിട്ട് കായലിലേക്ക് ചാടിപ്പോകുന്നതാണ് കണ്ടത്. അപ്പം പുള്ളിക്ക് പരിഭ്രാന്തരായിക്കൊണ്ട് അദ്ദേഹം അന്നത്തെ ഈ ദേശത്ത് താമസിച്ചിരുന്ന ഒരു മഹാമാന്ത്രികനായിട്ടുള്ള വിദ്വാനുണ്ടായിരുന്നു. മാന്ത്രിക വിദ്വാനായിട്ടുള്ള ഒരു കീളംകുലശേഖരവാത്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സമീപിക്കുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയാൽ ഇതൊരു സാധാരണ തവളയല്ല എന്നും ഒരു ദേവീ ചൈതന്യമുള്ള തവളയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ ചെത്തുകാരനുമായിട്ട് അതുപോലെ പതിയിരുന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ തവള കള്ളു കുടിച്ചിട്ട് താഴേക്ക് ചാടുന്നതായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഈ ചെത്തുകാരൻ്റെ കയ്യിൽ നിന്ന് തേരെന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇത് ചെത്തിന് ഉപയോഗിക്കുന്ന. അത് പറ്റി തവള എറിയുകയും തവളയുടെ കാലിൽ കൊള്ളുകയും അതോടുകൂടിയാണ് ഈ തവള കായലിലേക്ക് മറയുന്നത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം കൂടി കായലിലേക്ക് ചാടുന്നുണ്ട്, ഈ മഹാമാന്ത്രികനായ കീളംകുലശേഖരവാത്തി. അങ്ങനെ 7 ദിവസം ദേവിയെ കായലിനുള്ളിൽ തിരഞ്ഞു, ജലത്തിനടിയിൽ തിരഞ്ഞു. അങ്ങനെ 7ാമത്തെ ദിവസം മുടിയോടുകൂടി തവളയെ പിടിച്ചു. അപ്പോൾ അങ്ങനെ എന്നിട്ട് അത് ഓലപ്പുര കെട്ടി മുടിപ്പുരയായിട്ട്, മുടിയിലാണല്ലോ പിടിച്ചത്, അങ്ങനെ അത് സങ്കല്പിച്ചാണ് മുടിപ്പുര സ്ഥാപിച്ച് ഓലപ്പുരയായിട്ട് കെട്ടിയതിന് ശേഷം 8 നായർ സ്ഥാനി കുടുംബക്കാർ, അന്നത്തെ പ്രമാണിമാരായിട്ടുള്ള 8 നായർ ഫാമിലി, അപ്പോൾ അവരുടെ സാമ്പത്തിക സഹായത്തോടു കൂടി പൂജാതി കർമ്മങ്ങൾ നടത്തിപ്പോകുന്നത്. അപ്പോൾ അതിനുശേഷം ആണ് അത് കലമാൻ കൊമ്പിലേക്കാണ്, തലയോട്ടിയോടുകൂടി കൊള്ളുക 7 കലമാൻ കൊമ്പിലേക്കാണ് ഈ ദേവീ ചൈതന്യത്തെ ആവാഹിച്ച് കീളംകുലശേഖരവാത്തി പൂജിച്ചിരുന്നത്. പിന്നെ നിത്യപൂജകൾക്കും ഇതേപോലെ ഉത്സവാദി കർമ്മങ്ങൾക്കുമായിട്ടാണ് തിരുമുടി വിഗ്രഹം രൂപകൽപ്പന ചെയ്ത് അത് 3 ദിവസം ഞായർ, ചൊവ്വ, വെള്ളി, അങ്ങനെ 3 ദിവസം ക്രമപ്പെടുത്തിക്കൊണ്ടാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം ഇപ്പോൾ എല്ലാ ദിവസവും നട തുറക്കാറുണ്ടെങ്കിലും പ്രധാന പൂജകളെല്ലാം തന്നെ ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് നടത്തി വന്നിരുന്നത്. ഇവിടുത്തെ പൂജകൾ ചെയ്യുന്നത് ബ്രാഹ്മണന്മാരല്ല, അല്ല, കൊല്ലം സമുദായത്തിൽ നിന്നാണ്. അതെ. അത് ഈ കീളംകുലശേഖരവാത്തി എന്ന് പറയുന്ന ആള് ബ്ലാക്ക് സ്മിത്ത് കമ്മ്യൂണിറ്റി ആയിരുന്നു, കൊല്ല സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരമ്പരയായിട്ട് ആ സമുദായക്കാർ തന്നെയാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്തു വന്നിരുന്നത്. ഇവിടെ പ്രസിദ്ധമായ ദേവിക്ക് വഴിപാടെന്ന് പറയുന്നത് തന്നെ മധുനിവേദ്യം, കള്ളാണ്. അതെ. അപ്പോൾ അത്
അത് ഈ പറഞ്ഞല്ലോ, ഈ ഐതിഹ്യത്തിൽ പറഞ്ഞല്ലോ, ദേവി കള്ള് കുടിക്കാനാണല്ലോ ഇവിടെ വന്നത്. ആ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് പ്രധാന നിവേദ്യമായിട്ട്. മധു എന്ന് ഉദ്ദേശിക്കുന്നത് കള്ളാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ അത് പ്രധാന നിവേദ്യമായിട്ട്. കാളിയൂട്ട് മഹോത്സവം അതിൻ്റെ ഒരു ചരിത്രം എന്താണ്? കാളിയൂട്ട് എന്ന് പറയുന്നത്, കാളിയെ നമ്മൾ രണ്ട് സങ്കല്പം അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്, കാളിയെ നമ്മൾ ഊട്ടുന്നു വിഭവങ്ങൾ വെച്ചിട്ട്. ഇപ്പോൾ കാർഷിക ഉത്സവമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഉത്സവം കാളിയൂട്ട്. അപ്പോൾ കാളിയെ നമ്മൾ ഊട്ടുന്നതും ഒപ്പം തന്നെ കാളി നമ്മളെ ഊട്ടുന്നതായിട്ടുള്ള സങ്കല്പമുണ്ട്. കാളി നമ്മളെ ഊട്ടുന്നു, അങ്ങനെയാണ് രണ്ട് സങ്കല്പം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ പൂർവ്വകാലത്ത് ഈ പ്രദേശം മൊത്തം കാർഷിക മേഖലയായിരുന്നു, കൃഷിയിടങ്ങളായിരുന്നു, പാടശേഖരം അങ്ങനെയുള്ള. അപ്പോൾ ഇത് ഈ സമയത്ത് ഈ മേടം മാസങ്ങളിലൊക്കെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ പാടശേഖരത്തിൽ നിന്ന് കിട്ടുന്ന വിളവെടുക്കുന്നത് ദേവിക്ക് സമർപ്പിക്കുന്ന, ദേവി അതുകൊണ്ട് കിട്ടുന്ന നെൽവിത്ത് അല്ലെങ്കിൽ നെല്ല്, മറ്റ് പിന്നെ മലക്കറികളുണ്ടല്ലോ, അത് ദേവിക്ക് സമർപ്പിച്ചിട്ട് അതൊരാഘോഷമാക്കി ദേവിയെ കൂട്ടുന്നതായിട്ടാണ് ഒരു സങ്കല്പം. അത് തന്നെയാണ് നടന്നു വരുന്നത്. തിരിച്ച് ദേവി ഇവിടുത്തെ ചില ആചരണങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കിളങ്കുളശ്ശേരി വാത്തിയായിട്ടാണ് ഇവിടുത്തെ ആചാരങ്ങൾ ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ ആചരണങ്ങളിലൂടെ ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കുന്നു ദേവി. അത് ദേവി നമ്മൾ ഊട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് സങ്കല്പം കൂടെ ഒന്നിച്ചേർന്നിട്ടാണ് ഇവിടെ കാളിയൂട്ട് നടത്തുന്നത്. ദാരിക വധവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കാളിയൂട്ട് നടത്തുന്നത് എന്നൊരു ചരിത്രവും കൂടി. അതെ അതെ അതെ. ദാരിക വധം എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ ഈ പാടത്താണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ പാടശേഖരത്താണ് ഈ മറ്റ് കൃഷികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്ഷുദ്രജീവികൾ വന്ന് അത് നെല്ല് ആക്രമിക്കാതിരിക്കാനും ഒപ്പം തന്നെ നല്ല വർഷം ഉണ്ടാകണം. ഇത് മഴയായിരുന്നാലും വെയിലായിരുന്നാലും അതിന് പാകപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയുള്ള ക്രമബദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സങ്കല്പം തന്നെ മുന്നോട്ട് വച്ചത്. അപ്പോൾ അതിനകത്ത് മനുഷ്യൻ്റെ മനസ്സ്, അപ്പോൾ ദാരികൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന കാമക്രോധാദി ലോഭമോഹങ്ങളെയാണ് നമ്മൾ ഈ ദാരികാസുരൻ, ദുഷ്ടചിന്തകളെ നിഗ്രഹിക്കുന്നത്. അസുപ്രാണേഷു ഇന്ദ്രിയേഷു രമന്തി യതി അസുരഹ എന്നാണ്. നമ്മുടെ മനസ്സിനെ മതിക്കുന്നതെല്ലാം അസുരൻ്റെ ഗണങ്ങളാണ്. അപ്പോൾ അതിനെ നിഗ്രഹം ചെയ്യുക, അല്ല, അതിനെ നിഗ്രഹം ചെയ്താൽ മാത്രമേ നമ്മൾ മനസ്സ് ദേവിയിലേക്ക് അല്ലെങ്കിൽ ദേവനിലേക്ക് എത്തത്തുള്ളൂ. ശുദ്ധ അന്ധകരണത്തിലാണ് ദേവൻ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നില്ല. അപ്പോൾ ശുദ്ധ അന്ധകരണം ഉണ്ടാകണമെങ്കിൽ മനസ്സിൻ്റെ മാലിന്യങ്ങളെ നിഗ്രഹിക്കണം. അതുപോലെ തന്നെയാണ് പാടശേഖരത്ത്, അല്ലേ? നമ്മുടെ കൊയ്ത്ത്, നമ്മൾ വിത്ത് വിതച്ചു, മഴ ലഭിച്ചു, സൂര്യപ്രകാശം ലഭിച്ചു, പക്ഷെ ക്ഷുദ്രജീവികൾ വന്ന് ഈ വിളയെ ആക്രമിക്കരുത്. സംരക്ഷിക്കുന്നത് ദേവിയായിരിക്കണം. അപ്പോൾ രണ്ട് സങ്കല്പം കൂടെ ഒരുമിച്ച് വരുന്നു. മറ്റത് പാടശേഖരത്തിൽ പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകരുത്, മനുഷ്യ മനസ്സിലും പുറത്തുനിന്നുള്ള ആക്രമണം ഉണ്ടാകരുത്. ഈ രണ്ടിനെ നിഗ്രഹിക്കാൻ ദേവിയെ നമ്മൾ നിയോഗിച്ചിരിക്കുന്നു. ഇതാണ് ആ ദാരികൻ്റെ ഒരു സംവിധാനം. ഇതുകൊണ്ടാണ് ഉത്സവം നടത്തുന്ന സമയത്തൊക്കെ പാടങ്ങൾ കാരണം പിന്നെ പാടശേഖരത്തിന് തന്നെ ക്ഷേത്രം ഉണ്ട്. പാടശേഖരത്തിന് ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ. കൃഷി ചെയ്യുന്ന സ്ഥലം ക്ഷേത്രം. അപ്പം ക്ഷേത്രത്തെ സംരക്ഷിക്കുക. അഷ്ടദിക് പാലകരെ അമ്പലങ്ങളിൽ വെച്ചിട്ടുണ്ട് ക്ഷേത്രം സംരക്ഷിക്കുന്നതിലേക്ക്. അതുപോലെ പാടശേഖരങ്ങളെ സംരക്ഷിക്കുന്നതിലായിട്ടായി ദേവിയെ, ആ ഗ്രാമദേവതയെ നിയോഗപ്പെടുത്തുന്നു. കാളിയൂട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചടങ്ങുകളെന്ന് പറയുന്നതിൽ ദിക്കുബലിയുണ്ട്, കളങ്കാവലുണ്ട്, നിലത്തിൽ പോരുണ്ട്. അപ്പോൾ ദിക്കുബലി, അതായത് ദേവി മക്കളെ കാണാൻ 4 ദിക്കിലേക്കും ഇറങ്ങുന്നു, എഴുന്നള്ളുന്ന ഒരു ചടങ്ങാണത്. അതിന്റെ ചരിത്രം. ദിക്കുബലി എന്ന് പറയുന്നത് പിന്നെ ഈ നമുക്ക് ഏതൊരു അമ്പലത്തിനായിരുന്നാലും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും, ഒരു പരിധി. അപ്പോൾ ആ പരിധിക്കുള്ളിൽ ഈ 8 ദിക്കിലും 8 ദേവതകളെ സങ്കല്പിക്കും, അഷ്ടദിക് പാലകർ. അപ്പോൾ അഷ്ടദിക് പാലകർ കൊടുക്കുന്ന ബലിയാണ് ഉച്ചബലിയായിട്ട് സങ്കല്പിക്കുന്നത്. അങ്ങനെയാണ് ഈ 4 കരകളിലും 4 ദിക്കിലും പോകുന്നത്. അപ്പോൾ അഷ്ടദിക് പാലകർക്ക് നൽകുന്ന അല്ലെങ്കിൽ അഷ്ടദിക് പാലകരേക്ക് നടത്തുന്ന ഊട്ടാണ് ഈ ഉച്ചബലി എന്നൊരു സങ്കല്പത്തിലേക്ക് വരുന്നത്. ഈ മുടിയുടെ രൂപം കണ്ടിട്ടുണ്ട്. ദേവി ദാരിക യുദ്ധം നടക്കുന്ന സമയത്ത്
ദേവി പരാജയപ്പെടുന്നു 6 പോരിനും. ദാരികനായിട്ടുള്ള 6 പോരിനും ദേവി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പരാജയപ്പെടുന്ന സമയത്ത് അപ്പോൾ ദാരികൻ്റെ ഭാര്യയ്ക്ക് ഒരു മണിമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ബ്രഹ്മാവ് ദാരികന് ഉപദേശിച്ചു കൊടുത്ത ഒരു മണിമന്ത്രമുണ്ട്. ആ മണിമന്ത്രം ആര് കൈക്കലാക്കുന്നോ അവരെ വിജയിക്കുള്ളൂ. അപ്പോൾ ഇത് പാർവതി ദേവിക്കറിയാം. ദേവിയുടെ മാതാവായിട്ടുള്ള ഭദ്രകളുടെ മാതാവായിട്ടുള്ള പാർവതി ദേവിക്ക് അതറിയാം. അപ്പം പാർവതി ദേവി അപ്പോൾ ദാരികൻ ദേവി ദാരിക യുദ്ധത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ട് വരും, പത്നിയുടെ അടുത്ത് പറഞ്ഞിട്ട് വരും, ഈ മന്ത്രം നീ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. എത്രത്തോളം ഉരുവിടുന്നോ അത്രയും സമയം എനിക്ക് ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് ആരടുത്തും പറയുകയും ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാർവതി ദേവിക്ക് മനസ്സിലായിക്കൊണ്ട് പാർവതി ദേവി ഒരു വൃദ്ധയുടെ വേഷത്തിൽ അവിടെ പോയി ഞാനും കൂടെ മന്ത്രം ചൊല്ലി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വീര്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ദാരിക പത്നിയിൽ നിന്നും ആ മന്ത്രം കൈക്കലാക്കുന്നു. അത് വന്നിട്ട് യുദ്ധ മേഖലയിൽ വന്നിട്ട് ദേവിയുടെ കാതിൽ പാർവതി ദേവി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഈ മന്ത്രം. അപ്പോൾ ദേവിയും പാർവതി ദേവിയും ദുർഗയെന്നും ഒരു സങ്കല്പമുണ്ട്, ദുർഗ എന്ന് പറയുന്നതായിട്ടും, അങ്ങനെ 2 സങ്കല്പങ്ങൾ പറയുന്നുണ്ട്. പാർവതി ദേവി ഈ ദേവിയുടെ ചെവിയിൽ വന്ന് കയറി ഈ രഹസ്യ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും അപ്പോൾ ഈ ദേവിയുടെ മുടികളെല്ലാം ആകാശത്തേക്ക് പാറിപ്പറക്കും. ദേവിയും ഈ പാർവതി ദേവിയും കൂടെ സമന്വയിച്ചുകൊണ്ട് ഈ മുടികളെല്ലാം നാഗങ്ങളായിട്ട് ആകാശത്തേക്ക് പാറിപ്പറക്കും. ഇങ്ങനെ പിണഞ്ഞാണ് കിടക്കുന്നത്. ആ പിണഞ്ഞ് കിടക്കുന്നതാണ് തിരുമുടി. അതുകൊണ്ടാണ് ആ മുടിയെ സങ്കല്പം ഈ മുടിയെ സങ്കല്പിച്ചാണ് തിരുമുടി എന്ന് പറയുന്നത്. ദേവിയുടെ കിരീടമല്ല. അങ്ങനെയാണ് ഈ തിരുമുടിക്ക് രൂപകൽപ്പന ഈ സംഭവം. കളങ്കാവല് ചെയ്യുന്ന സമയത്ത് ദേവിയുടെ ആ ഒരു ചൈതന്യം വന്നു കഴിയുമ്പോൾ ആ നൃത്തം ചെയ്യുമ്പോൾ എന്താണ് അനുഭവിക്കുന്നത്? അത് വേറൊരു രീതിയിൽ, അതെന്താ പറയുക, ഭക്തി എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു ഇതല്ലല്ലോ. എങ്കിൽ പോലും നമ്മുടെ സാധാരണ ലൗകിക വിഷയങ്ങളിൽ നിന്ന് മാറി ഒരു പ്രത്യേക ആനന്ദലഹരിയിലേക്ക് വരുന്ന അപൂർവ ചില സന്ദർഭങ്ങളുണ്ട്. അപ്പം ഈ കരടിക്കൊട്ട്, ചെണ്ടമേളം, പിന്നെ ഭക്തഗണങ്ങളുടെ സ്ത്രീ ഭക്തഗണങ്ങളുടെ വായ്ക്കുരവ, ഇതെല്ലാം കേട്ട് നമ്മൾ വേറൊരു അവസ്ഥയിലേക്ക് അത് വേണം. അതുകൊണ്ടാണ് ഇത്രയും ആർപ്പ് വിളികളെല്ലാം വരുന്നത്. അപ്പോൾ ആ വൈബ്രേഷൻ നമ്മൾ ദേവിയായിട്ട് അങ്ങ് മാറുകയാണ്, ദേവി സങ്കല്പമായിട്ട് അങ്ങ് മാറി മനസ്സിലേക്ക് അത് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പം എത്ര വർഷമായി മൂത്തവാത്തി സ്ഥാനത്തിലേക്ക് വന്നിട്ട്? ഞാൻ 2017 മുതലാണ് മൂത്തവാത്തി. 17 മുതൽ 2001 മുതൽ ഇളയവാത്തിയായി ജോയിൻ ചെയ്യുകയും 2017 മുതൽ മൂത്തവാത്തിയായിട്ട്. എങ്ങനെയാണ് ഈ സ്ഥാനത്തിലേക്ക് ഓരോരുത്തരും വരുന്നത്? സ്ഥാനം ഇവിടെ മൂത്തവാത്തി മേൽശാന്തി എന്നൊരു ഡയറക്റ്റ് പോസ്റ്റ് ഇല്ല. ഇളയവാത്തി മൂത്തവാത്തിയോടൊപ്പം നിന്ന് പാകമായതിനു ശേഷം ആണ് മൂത്തവാത്തി പെൻഷനാകുന്ന സമയത്ത്, മൂത്തവാത്തി റിട്ടയർഡ് ആകുന്ന സമയത്ത് ഇളയവാത്തി മൂത്തവാത്തിയാവും. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞ് ഇവിടുത്തെ കാളിയൂട്ട് ഉത്സവം കഴിയുമ്പോഴാണ് കൊടിയേറ്റ് നടക്കുന്നത്. അതെ അതെ, കഴിയുമ്പോഴല്ല, കാളിയൂട്ട് അവസാനിക്കുന്ന സമയമാണ് കൊടിയേറ്റ് നടക്കുന്നത്. അതെന്താണ് അങ്ങനെ? ഈ അമ്പലത്തെ സംബന്ധിച്ചുള്ള നേരത്തെ സൂചിപ്പിച്ചല്ലോ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ദേവിദാരി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാളി ദേവി പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇത് പുറത്തിറങ്ങുന്ന സമയം പടഘാതി ഉത്സവമാണ്, പടപ്പുറപ്പാടാണ്. അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും കൊടി എന്ന് പറയുന്നത് ആ ദേവിയുടെ വാഹനമാണ്. ഏത് ദേവനാണോ ദേവനെ സങ്കല്പിക്കുന്നത് ആ ദേവൻ്റെ വാഹനത്തെയാണ് സാധാരണ നമ്മൾ കൊടിക്കൂറയിൽ ആവാഹിച്ചിട്ട് കൊടിയേറ്റ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ദാരികൻ അന്വേഷിച്ച് പോകുമ്പോൾ ദേവിയുടെ വാഹനം എന്ന് പറയുന്നത് വേതാളയാണ്, വേതാളി എന്ന് പറയും. അപ്പോൾ ദാരികൻ അന്വേഷിച്ച് പോകുന്നത് വേതാളിയുടെ പുറത്താണ്. അപ്പോൾ ആദ്യമേ കൊടിയേറ്റ് നടത്തി കഴിഞ്ഞാൽ വേതാളിയുടെ വാഹനത്തിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് 8 ദിക്കിലും 4 ദിക്കിലും 4 കരകളിലും പോയിട്ട് ദാരികനെ കാണാതെ ധ്യാനാവസ്ഥയിലിരിക്കുന്നുണ്ട് ദേവി 10 ദിവസം. അപ്പോൾ ധ്യാനാവസ്ഥയിലിരിക്കുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ആവശ്യമില്ല, ദേവിക്ക് അന്വേഷിച്ച് പോകുന്നില്ലല്ലോ. അപ്പോൾ ആ സമയം വേതാളിയെയാണ് നമ്മൾ കൊടിയേറ്റ് നടത്തുന്നത്, കൊടിക്കുഴൽ ആവാഹിച്ചിട്ട് കൊടിയേറ്റ് നടത്തുന്നത്. അതാണ് എൻ്റെ ഒരു സംഗതി. പറന്നേറ്റ് എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത് വളരെ ഉയരത്തിലാണ് നമ്മൾ ആ ചടങ്ങ് മൊത്തം ചെയ്യുന്നത്. ആകാശത്തിൽ വെച്ച് ദാരികനായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ സങ്കല്പത്തിൽ മാത്രമായിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ശരിക്കും ആ സമയത്തെ വഴിപാടുകളും ചടങ്ങുകളെ പറ്റി ഒന്ന് കൂടുതലായിട്ട് പറയാമോ? അപ്പോൾ ദേവി ഈ നല്ലിരിക്കുന്ന സമയം, ദേവി നേരത്തെ പറഞ്ഞു 8 ദിക്കിലും പോയിട്ട് ദാരികനെ കാണാതെ ധ്യാനാവസ്ഥയിലേക്ക് വരും. ധ്യാനാവസ്ഥയിലേക്ക് വരുന്ന സമയത്താണ് നല്ലിരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ധ്യാനാവസ്ഥയിലാണ് ദേവി അറിയുന്നത് ആകാശത്ത് ദാരികനുണ്ട് എന്ന് ദേവി തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് അറിയുന്നതും. അങ്ങനെ ആകാശത്തിൽ വെച്ചുള്ള
പോരിന് വേണ്ടിയാണ് ഈ പറണേറ്റ് നടത്തുന്നത്. 4 തെങ്ങ് നിർത്തിയിട്ട് അതിന് മുകളിൽ തട്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് പറന്നിട്ട്. അപ്പം പറന്നിൽ ഏറുന്നത്, ആ പറന്ന് എന്ന് പറയുന്ന ആ 4 തൂണിൽ തിന്ന തട്ടിനെ പറയുന്ന പറന്നെന്നാണ്. ആ പറന്നിൽ ഏറുന്നത് കയറുന്നത് പറഞ്ഞിട്ടാണ്. ഒപ്പം തന്നെ പറന്നേറ്റുമുട്ടുന്നത് ആകാശത്ത് വെച്ച്. അപ്പോൾ ഈ 2 സങ്കല്പങ്ങളും കൂടെ ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത് പറഞ്ഞിട്ടെന്നത്. അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. ആ സമയത്ത് ഇവിടെ ക്ഷേത്രത്തിലുള്ള ആചാരങ്ങൾ എന്തൊക്കെയാണ്? ആ സമയത്ത് മറ്റ് ആചാരങ്ങളൊന്നുമില്ല. ഈ സമയത്ത് ആ മുകളിൽ 7 പോരുണ്ട്. നിലത്തിൽ ഈ പറന്നിൻ്റെ മുകളിൽ 7 പോരുണ്ട്. അത് ദേവി വാക്പോര്. ദേവിക്ക് പ്രത്യേകം ഉയർന്ന പറന്നും ദാരികന് ചെറിയ പറന്നുണ്ട്. ഈ രണ്ടിലും കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ വരെ, രാത്രി തുടങ്ങി പിറ്റേന്ന് ബ്രാഹ്മ മുഹൂർത്തം വരെ വാക്പോരുണ്ട്. ദേവി വിഗ്രഹം തലയെടുക്കുകയും ഒപ്പം ദാരികൻ വേഷം കെട്ടിയ ആൾ അങ്ങയ ഭാഷയിൽ കൈകാര്യം ചെയ്യും. ഒപ്പം തന്നെ വായ്മൊഴിയായിട്ട് അങ്ങോട്ട് തന്നെ അധിക്ഷേപ വാക്കുകൾ പറയുന്നുണ്ട്. അതാണ് അന്നത്തെ ചടങ്ങ്. ദേവി എഴുന്നള്ളി പുറത്തു വരുന്ന അന്ന് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതെങ്ങനെയാണ്? അത് പരമ്പരാഗതമായിട്ട് പണ്ട് മുതൽ രാജഭരണകാലം മുതൽ രാജാവിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു. തിരുവിതാംകൂർ ഭരണകാലത്ത് അവരുടെ മേൽനോട്ടത്തിലായിരുന്നു ഈ അമ്പലത്തിൻ്റെ കസ്റ്റഡിയിലെല്ലാം അവരായിരുന്നു. പിന്നെയാണത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത്. രാജകീയമായിട്ടൊരു സംരക്ഷണം ഉണ്ടല്ലോ, അതിന് ബേസ് ജനകീയമായിട്ട് വന്നപ്പോഴത്തേക്കും അത് ഗാർഡ് ഓഫ് ഓണർ പോലീസിൻ്റെ ഒരു ബഹുമാന സൂചകമായിട്ട് അവരുടെ അനുഷ്ഠാനം നടത്തുകയാണ് ചെയ്തത്. മറ്റു ക്ഷേത്രങ്ങളിലെ കാളിയൂട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ദാരികൻ്റെ വേഷം കെട്ടുന്നത് ഇളയവാത്തി തന്നെയാണ്. അതായത് ഇളയവാത്തി എന്ന് പറയുന്ന ആൾ മൂത്തവാത്തി ആകുന്നത് പാകമായതിനു ശേഷമാണ്. വർഷങ്ങളോളം മൂത്തവാത്തിയോടൊപ്പം നിന്ന് പൂജാതി കർമ്മങ്ങളെല്ലാം പഠിച്ച് പാകമായി, മാനസികമായിട്ടും ശാരീരികമായിട്ടും മാന്ത്രികമായിട്ടും എല്ലാം പാകമായ ഒരാളായിരിക്കണം നമുക്ക് മൂത്തവാത്തിയായിട്ട് മാറേണ്ടത്. അപ്പോൾ തൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും മാറ്റുന്നതിലേക്ക് വേണ്ടിയാണ് ദാരികനായിട്ട് ആ ഇളയവാത്തി വേഷം കെട്ടുന്നത്. അപ്പോൾ മൂത്തവാത്തി ദേവിയായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള എല്ലാ അജ്ഞാനങ്ങളെയും മാറ്റിയിട്ട് മൂത്തവാത്തി ആക്കുന്നതിലേക്ക് വേണ്ടി, അപ്പോൾ ആ ദാരികൻ എന്ന് പറഞ്ഞ് നേരെ സൂചിപ്പിച്ചല്ലോ, ആസുരികമായിട്ടുള്ള ഗുണങ്ങളുള്ള ആരാണ്? അവഗുണങ്ങളുള്ള ആളാണ് ദാരികൻ. അപ്പോൾ പുതിയ ഒരാളായിട്ട് പാകപ്പെടുത്തിയെടുത്തതിന് ശേഷവും മാത്രമാണ് ഈ മൂത്തവാത്തിയായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇളയവാത്തിയെ ദാരികനായിട്ട് വേഷം കെട്ടിക്കുന്നത്. പരമ്പരാഗതമായിട്ട് ഞാൻ നടന്നു വരുന്നത്. മൂത്തവാത്തി ആയ സമയത്ത് അമ്മയുടെ അനുഗ്രഹമോ അമ്മ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, നമുക്കിൻ്റെ അറിവ് കൂടുതൽ കിട്ടുന്നത് നമ്മൾ ഈ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കാണ് കൂടുതൽ ദേവിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നത്. മറ്റ് ലൗകിക അനുഭവങ്ങൾ വേറെ, ഇപ്പം മറ്റ് പ്രശസ്തി, അതുപോലെ മറ്റനുഭവങ്ങളെല്ലാം അതിൽ ഉപരി ദേവിയായിട്ട് ബന്ധപ്പെട്ട് ഈ കർമ്മങ്ങളോട്ട് ബന്ധപ്പെട്ട് പോയപ്പം ദേവിയുടെ കൂടുതൽ അറിയാൻ സാധിച്ചു. ദേവിയുടെ ചടങ്ങുകൾ, അതിൻ്റെ ആന്തരികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ. കാരണം ഇത് ക്രിയായോഗമാണ്. ഈ കാളിയൂട്ടുത്സവം എല്ലാം ക്രിയായോഗമാണ്. ക്രിയ ചെയ്തുകൊണ്ട് തന്നെ കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അമ്പലമാണത്. മന്ത്രങ്ങളുണ്ടെങ്കിൽ പോലും കർമ്മങ്ങൾക്കും മുദ്രകൾക്കും, ഇപ്പോൾ നാട്യശാസ്ത്രത്തിലെ മുദ്രകളാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. നാട്യശാസ്ത്രം ഭരതമുനിയുടെ. പിന്നെ ദേശത്തിൻ്റെ ആചാരങ്ങളുണ്ട് പ്രത്യേകം. അതെല്ലാം കോർത്തിണക്കിയിട്ടാണ് ഈ കർമ്മം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുദ്രകളുടെ അർത്ഥങ്ങൾ ഇതൊക്കെ ആഴത്തിൽ പഠിക്കാൻ പറ്റുന്നത് ഈ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത്. എങ്ങനെയാണ് അതെല്ലാം മുദ്രകളൊക്കെ ഇതിലേക്ക് ചിട്ടപ്പെടുത്തി വന്നത്? അത് കേളംകുളം ശേഖരവാത്തി എന്നുള്ള ആചാര്യനാണ് ഈ മുദ്രകളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് ക്രമബദ്ധമായിട്ട് പഠിച്ച് ഇപ്പം ഉച്ചബലി 64 മുദ്രകളുണ്ട്. 64 മുദ്രകൾ ഉപയോഗിച്ചാണ് ചെയ്തത്. 64 നാട്യശാസ്ത്ര മുദ്രകൾ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൗളാചാര രീതിയിലുള്ള താന്ത്രിക മുദ്രകൾ ഉപയോഗിക്കുന്നുണ്ട്. കൗളാചാര രീതിയിലുള്ള മന്ത്രങ്ങളാണ്. തമിഴും മലയാളവും കലർന്ന, അതായത് മലയാള ഭാഷയുടെ പ്രാചീന വായ്മൊഴി സാഹിത്യം, പ്രാചീന മലയാള ഭാഷ വായ്മൊഴി അത് സാഹിത്യത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. പാട്ട് രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് മിക്സഡാണ്. തമിഴും മലയാളം കൂടെ മിക്സഡായിട്ടാണ് ഇവിടുത്തെ മന്ത്രങ്ങൾ, സൂക്തങ്ങൾ എല്ലാം അങ്ങനെ ചെയ്യുന്നത്. ഇവിടുത്തെ ഇപ്പോൾ കാളിയൂട്ട് മഹോത്സവമാണെങ്കിലും അമ്പലത്തിൽ മാടൻ തമ്പുരാന് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു അമ്പലമാണ്. മാടൻ തമ്പുരാനെ പറ്റി പറയാം. മാടൻ തമ്പുരാൻ മഹാനടൻ ശിവൻ, മഹാനടനെ പറഞ്ഞ് അതിൻ്റെ ലോകം വന്നാണ് മാടൻ എന്നാക്കിയത്. ഇവിടുത്തെ സങ്കല്പം അങ്ങനെയാണ്.
മറ്റുള്ള അമ്പലങ്ങളിൽ മാടനുണ്ട്, ഉം. അത് അവരുടേതായ സങ്കല്പം. ഇവിടുത്തെ സങ്കല്പം മഹാനടനാണ്. ഉം. മഹാനടൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു നാട്യശാസ്ത്രം, നാട്യശാസ്ത്രം. നാട്യശാസ്ത്രത്തിൻ്റെ അവതാരകൻ തന്നെ മഹാദേവനാണല്ലോ, ശിവനാണ്. ശിവനാണ്. അപ്പോൾ ഇവിടുത്തെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ക്രിയകളും നാട്യ രീതിയിലാണ് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉച്ചബലി, ബലി തൂക്കുന്നത് നാട്യശാസ്ത്രത്തിലെ ചുവടുകൾ വെച്ചാണ് ചെയ്യുന്നത്. നാട്യമാണ് പ്രധാനം. അതുകൊണ്ടാണ് നടരാജനായിട്ടുള്ള മാടന് കൊടുക്കുന്നത്. ഇവിടെ പ്രാധാന്യം വരുന്നത്. മഹാനടൻ. ദേവിക്ക് ഇവിടെ വഴിപാടുകൾ നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഭക്തജനങ്ങൾക്ക് ഇവിടെ എന്തിനു വേണ്ടിയാണ് വഴിപാടുകൾ നടത്താറുള്ളത്? ഇവിടെ കൂടുതലായിട്ടുള്ളത് പല സങ്കല്പങ്ങൾ, പല കാര്യസിദ്ധിയായിട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അസുഖങ്ങളെ സംബന്ധിച്ചിട്ടാണ്. കാരണം ആർത്തുപടി എന്ന് പറയുന്നത് തന്നെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട ഇവിടുത്തെ പ്രധാന കുറി എന്ന് പറയുന്നത് കുറിപ്രസാദം. മഞ്ഞളും അരിപ്പൊടിയും ചേർന്നിട്ടാണ്, മിക്സ് ചെയ്തിട്ടാണ് അതെ ഇരിക്കുന്നത്. അപ്പോൾ അത് ദേവി ദാരിക യുദ്ധം കഴിഞ്ഞിട്ട് ദാരികൻ്റെ ശിരസ് കൊയ്തെടുത്ത് പിന്നെ ദേവി തട്ടസ് വരുന്ന സമയം തൻ്റെ ഭർത്താവിൻ്റെ മരണം ആരറിയുന്നുണ്ട്? ഭാര്യ അറിയുന്നുണ്ട്, പത്നി അറിയുന്നുണ്ട്. അപ്പോൾ അന്ന് ഉടൻ തന്നെ ശിവനെ തപസ് ചെയ്യുന്നുണ്ട്. ശിവലോകത്ത് പോയിട്ട് ഇങ്ങനെ യാചിച്ച് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ നിങ്ങളുടെ മകൾ ഭദ്രകാളി കൊന്നിരിക്കുകയാണ്, ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല, എനിക്ക് വരം തരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം തൻ്റെ വിയർപ്പ് തുള്ളി, ശിവൻ തൻ്റെ വിയർപ്പ് തുള്ളി വടിച്ച് എടുത്ത് പിന്നെ ദാനുമതി കൊടുക്കുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, ദാരികൻ്റെ ഭാര്യയ്ക്ക്. ഇതുകൊണ്ട് ആരെ തളിക്കുന്നുവോ ആ തളിക്കുന്ന അവർ നിന്നെ പിന്നെ വാഴ്ത്തിക്കൊള്ളും എന്നുള്ളൊരു സങ്കല്പത്തിലാണ്, നിനക്ക് വേണ്ടതെല്ലാം അവർ തന്നുകൊള്ളും എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ദേവി ദാരിക നിഗ്രഹിച്ച് വരുന്ന സമയത്ത് ദാരിക ആദ്യം പ്രയോഗിക്കുന്നത് ഈ ഭദ്രകാളിയുടെ ദേഹത്താണ്. ഈ വിയർപ്പ് തുള്ളി ഭദ്രകാളി ദേഹത്ത് തളിക്കും. അപ്പോൾ അത് ആണെങ്കിൽ ഭദ്രകാളി മുഖം മൊത്തം വസൂരി വരും, വസൂരി തഴമ്പ്, കുരുക്കൾ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആ സമയം അതുകൊണ്ടാണ് ചീകുരുമ്പ, കുരുക്കളുള്ള അമ്പ. അപ്പം പിന്നെ ഈ ദേവി വിഷനായി കിടക്കും. ഈ വസൂരിക്കല വന്ന് ക്ഷീണിച്ച് ദേവി രോഗാവസ്ഥയിലാകും. അപ്പം ഈ ദേവിയുടെ കിങ്കരന്മാർ ഓടിച്ചെന്ന് പിന്നെ ശിവനോട് പറയും, ഇന്നതാണ് സംഭവം, അങ്ങ് കൊടുത്ത വരത്തിൽ തന്നെ ആ വരം തന്നെ അങ്ങയുടെ മകളുടെ ദേഹത്ത് ഉപയോഗിച്ചിരിക്കുന്നു പറയും. ഒപ്പം തന്നെ ദേവൻ എണീറ്റ് ഉഗ്രരൂപം പ്രാപിക്കുകയും ദേവൻ്റെ ചെവിയിൽ നിന്ന്, മഹാദേവൻ്റെ ചെവിയിൽ നിന്ന് ഖണ്ഡാകരൻ എന്ന് പറയുന്ന അസുരൻ, ദേവാസുരൻ എന്ന് പറയും, ദേവനും അസുരനായിട്ട് മിക്സ് ചെയ്തിട്ട് ആൾ വന്ന് ദേവിയുടെ അടുത്ത് വരും. അപ്പം ഖണ്ഡാകരനോട് പറയും, ഇങ്ങനെ നിൻ്റെ സഹോദരി ശിവൻ്റെ മകളാണല്ലോ, ഇങ്ങനെ അസുഖമായിട്ട് കിടക്കുകയാണെന്ന് പറയും, അവിടെ പോയി നീ പിന്നെ സുഖപ്പെടുത്തണമെന്ന് പറയും. അപ്പം ആ ഖണ്ഡാകരൻ വന്നിട്ട് ദേവിയുടെ ദേഹം മുഴുവൻ നക്കി തുടയ്ക്കാൻ തുടങ്ങും. ഈ കുരുക്കൾ മാറുന്നെങ്കിൽ അത് മാറുന്നതിലേക്ക് വേണ്ടി ഈ ഖണ്ഡാകരൻ ദേവിയുടെ ശരീരമുഖം നാവുകൊണ്ട് നക്കി മുഖത്ത് നക്കുന്നതിലേക്ക് വരുമ്പോഴത്തേക്കും ദേവി പറയും, സഹോദരനും സഹോദരിയും തന്നെ മുഖത്തോട് മുഖം ചേർക്കുന്നത് ഉചിതമല്ല, ആയതുകൊണ്ട് ഈ കുരുക്കൾ എനിക്ക് ഭൂഷണമായിട്ട് കിടക്കട്ടെ മുഖത്ത്. മുഖത്ത് ഭൂഷണം, അതുകൊണ്ട് തന്നെ ആ ഭാഗം വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാം ഭേദമാകുകയും ആ കുരുക്കൾ ഭദ്രകാളിക്ക് സ്ഥായിയായിട്ടുണ്ടാകും. അപ്പോൾ ആ ഖണ്ഡാകർണൻ ഈ വസൂരി ശമനത്തിന് വേണ്ടിയാണല്ലോ ഇത് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഖണ്ഡാകർണനെ സങ്കല്പിച്ചിട്ടാണ് ഈ ചാർത്തുപ്പൊടി, അരിയിൽ മഞ്ഞൾപ്പൊടി അറിയാമല്ലോ, ആയുർവേദമായിട്ട് പിന്നെ ഈ അണുക്കൾ നശിപ്പിക്കുന്ന ഒരു സാധനമാണല്ലോ. അങ്ങനെയാണ് ആ ചാർത്തുപൊടി ഇവിടെ അസുഖത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ട് വന്നിട്ടുള്ളത്. ഭക്തജനങ്ങളുടെ എന്തെങ്കിലും അനുഭവ കഥകൾ? ഒത്തിരി അനുഭവം പറയുന്നുണ്ട് പലരും. പല ആൾക്കാരും ഇവിടെ വന്നിട്ട് അവർക്ക് പിന്നെ കുഞ്ഞുങ്ങളില്ലാത്ത, അത് പ്രധാന വിഷയമാണ്, കുഞ്ഞുങ്ങളില്ലാത്ത പലരും അന്നിവിടെ അടിമകിടത്തൽ എന്നൊരു ചടങ്ങുണ്ട്. ഇപ്പോൾ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവരെ ഇവിടെ ദേവിക്ക് സങ്കല്പിച്ചിട്ട് അവർ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ദേവിയുടെ മുമ്പിൽ അടിമ കിടത്താം എന്നുള്ളത്. അതായത് നമ്മുടെ ഒരു വലിയ ഇലയിട്ടിട്ട് ആ ഇലയിൽ കുഞ്ഞിനെ ദേവിക്ക് സമർപ്പിക്കുന്നതായിട്ടുള്ള സങ്കല്പമാണ് അടിമ കിടത്തൽ. അങ്ങനെ ആ സങ്കല്പം ചെയ്ത് വഴിപാട് ചെയ്യാമെന്ന് സങ്കല്പം ചെയ്ത് ഒത്തിരി ആൾക്കാർക്ക് സന്താന ലാഭം ഉണ്ടായിട്ടുള്ളതായിട്ട് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരൊന്ന് അത് ചെയ്ത് അതിനുശേഷം ഒന്ന് ചടങ്ങ് നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ മാത്രം 3 വർഷം കൂടുമ്പോൾ കാളിയൂട്ട് നടക്കുന്നത്? ഈ ക്ഷേത്രത്തിൻ്റെ, നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ സങ്കല്പം അനുസരിച്ച്, പൊതുവെയുള്ള ക്ഷേത്ര സങ്കല്പം അനുസരിച്ച് പിന്നെ ക്ഷേത്രത്തിന് ഗർഭഗൃഹം
എന്നൊരു നാമധേയമുണ്ട്. ശ്രീകോവിൽ ദേവി വാസ്തു. വാസ്തു ശാസ്ത്രം അനുസരിച്ച് ആ ദേവി അല്ലെങ്കിൽ ദേവൻ ഇരിക്കുന്ന ആ ഇതിനകത്ത് ഗർഭഗൃഹം എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ആചാര്യൻ്റെ ഗർഭത്തിൽ 3 രാത്രികൾ ആചാര്യൻ്റെ ഗർഭത്തിലാണ് ദേവൻ വസിക്കുന്നു അല്ലെങ്കിൽ ദേവി വസിക്കുന്നു എന്നാണ് സങ്കല്പിക്കുന്നത്. ഗുരുക്കന്മാരുടെ ഗുരുകുലവാസം അങ്ങനെയാണ്. 3 രാത്രികൾ 3 വർഷങ്ങളായിട്ടാണ് ഇപ്പോൾ സങ്കല്പിക്കുന്നത്. അപ്പം 3 വർഷം അല്ലെങ്കിൽ 3 രാത്രികൾ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോഴും അവൻ ഉഗ്ര തേജസ്വി ആയിരിക്കുമല്ലോ അറിവ് കൊണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ 3 വർഷവും ദേവി ആചാര്യൻ്റെ ഗർഭഗൃഹത്തിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കേളംകുല ശേഖരവാത്തി എന്നുള്ള ആചാര്യനാണ് പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ ആചാര്യൻ്റെ ഗർഭത്തിനകത്താണ് ദേവിയുള്ളത്. അപ്പോൾ ആ 3 രാത്രികൾ സങ്കല്പിച്ചാണ് 3 വർഷം. ആ 3 വർഷത്തിന് ശേഷം ആചാര്യൻ പ്രസവിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ടാണ് 3 ദിവസം ഒരിക്കൽ ആ ദേവത പുറത്തേക്ക് വന്നത്. അപ്പം ഉഗ്ര ചൈതന്യമുണ്ട്. ആ ചൈതന്യം ജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കുക കാളിയൂട്ട് നടത്തി. 70 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങ്. പൂർവ്വകാലത്ത് 21 ദിവസമായിരുന്നു. പിന്നെ അത് 41 ദിവസമായി. കാരണം ഈ പറയെടുക്കുന്ന വീടുകളുടെ ദൈർഘ്യം എണ്ണം കൂടിയപ്പോൾ അത് ഓരോ 3 വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ദിവസം നീണ്ട് 64-65 ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എങ്കിലും നമ്മൾ മേടപ്പത്താണ് ഈ കാളിയൂട്ടിൻ്റെ അവസാന ദിവസം. മേടപ്പത്തോടു കൂടിയാണ് കാളിയൂട്ട് അവസാനിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇങ്ങോട്ടുള്ള ഡേറ്റാണ് നമ്മൾ എടുക്കുന്നത്. കാളിയൂട്ട് നടത്തുന്നതിനാണേലും ഈ അമ്പലത്തിൽ ഉത്സവത്തിനും കാര്യങ്ങൾക്കാണേലും ജാതിഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് നടത്തുന്ന വഴിപാടും കാര്യങ്ങളും അല്ലേ ഇവിടെ? ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന മുമ്പായിട്ടുള്ള ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത അതാണ്. ഇവിടെ കൗളാചാരമാണ്. കൗളാചാരം എന്ന് പറഞ്ഞാൽ നേരത്തെ ബ്രാഹ്മണിക്കൽ സിസ്റ്റം അല്ല ഫോളോ ചെയ്യുന്നത്. പൂജയായിരുന്നാലും ആചാരങ്ങളായിരുന്നാലും ഒരു ദേശാചാരമാണ്. അപ്പം പൂർവ്വകാലത്ത് ഈ ദേശത്തിൽ ഏതൊക്കെ സമുദായക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അവരെല്ലാം ദേവതയുടെ സന്നിധിയിലേക്ക് അല്ലേ 4 കരകളിലുള്ള അല്ലെങ്കിൽ 8 കരകളിലും കൂടെ ചേർന്നിട്ടുള്ള ജനസഞ്ചയത്തെ ഒരിടത്ത് ദേവതയുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഏകദേശം 9ഓളം ജാതി സമുദായക്കാർക്ക് ക്ഷേത്രപ്രവേശനം കൊടുക്കുക എന്ന് മാത്രമല്ല പൂജാരിമാരെ പോലെ തന്നെ അവർക്ക് ഓരോ കർമ്മം ചെയ്യുന്നതിലേക്കും കൂടെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ടത്. അതെനിക്ക് തോന്നുന്ന അപൂർവം ഒരു ക്ഷേത്രമാണ് ഇത് എന്ന് തോന്നുന്നുണ്ട്. കാരണം ഓരോ സമുദായക്കാർക്കും ഓരോ ചടങ്ങുകൾ ചെയ്യാം. ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തെങ്കിൽ പോലും അവരണ്ടല്ലാണെങ്കിൽ പോലും ഈ ആചാരം എന്നും ആ സമുദായക്കാർ നടത്തി വരുന്നുണ്ട്. ഒരു കൂട്ടായ്മയായിട്ട് തന്നെ സൗഹാർദ്ദപരമായിട്ട് തന്നെ അതിപ്പോഴും നടത്തി വരുന്ന ഒരു ഏക അമ്പലമായിട്ടാണ് എൻ്റെ അറിവിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും ഐതിഹ്യങ്ങളും ചരിത്രവും വഴിപാടുകൾക്ക് ഇത്രയും പ്രസിദ്ധവുമായി ഈ അമ്പലം ഇനിയും അറിയാത്തവർ ഇതിൻ്റെ ചരിത്രത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാത്തവർ ഇനിയും ഇങ്ങോട്ട് എത്തിച്ചേരട്ടെ. ഈ 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാളിയൂട്ട് കാണാനായിട്ട് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞങ്ങൾക്കിതെല്ലാം പറഞ്ഞു തന്നതിന് നന്ദി. എല്ലാവർക്കും ദേവീ കൃപ ഉണ്ടാകട്ടെ.